ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ലാസ്സിൽ നിന്നും അടങ്ങിയിരിക്കാത്ത കുട്ടികളെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു അധ്യാപകൻ ഉപയോഗിച്ച ഒരു ടെക്നിക്ക് ഉണ്ട്. ഒരു കഥയാണ്, ചരിത്രമാണ്. അത് പറയുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമാന്തര ശ്രേണിയാണ്. SLC കുട്ടികൾക്കുള്ള സമാന്തര ശ്രേണി ആദ്യത്തെ ചാപ്റ്റർ. അതിൻ്റെ 3 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അത് കാണാതെയാണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിർബന്ധമായും ആദ്യത്തെ 3 ക്ലാസ് കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ടാകും. ആ 3 ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രം നിങ്ങൾക്ക് പറയുന്ന കാര്യം മനസ്സിലാകും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുകയാണ്. ആ സമയത്ത് തൊട്ടപ്പുറത്തെ ക്ലാസ്സിൽ അധ്യാപകനില്ല. കുട്ടികളൊക്കെ വല്ലാതെ കലവിൽ കൂട്ടും. നമുക്കറിയാം ആ ക്ലാസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും. പ്രത്യേകിച്ച് മാത്സിന്റെ സാറാണ് ലീവാണെങ്കിൽ ആ സമയത്ത് കുട്ടികൾക്ക് ഒരു ഇരട്ടി മധുരമായിരിക്കും. അത്രയും ഒരു 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 കാക്കക്കൂട്ടങ്ങളെ പോലെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഇപ്പോഴത്തെ ക്ലാസ്സൊന്നും അധ്യാപകന് മറ്റേ ക്ലാസ്സിലെ സൗണ്ട് കൊണ്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ അധ്യാപകൻ എന്ത് ചെയ്തു? ആ ക്ലാസ്സിലേക്ക് പോയിട്ട് കുട്ടികൾക്ക് ഒരു വർക്ക് കൊടുത്തു. ഓക്കെ, കുട്ടികൾക്ക് കൊടുത്ത വർക്ക് ഇതായിരുന്നു: 1 മുതൽ 100 വരെ എഴുതിയാൽ, അത് 1 മുതൽ 100 വരെ എഴുതി കൂട്ടിയാൽ എത്ര കിട്ടും എന്നാണ് അധ്യാപകൻ ചോദിച്ചത്. അപ്പൊ കുട്ടികളൊക്കെ 1 കൂട്ടണം, 2 കൂട്ടണം, 3 കൂട്ടണം, ഇങ്ങനെ എഴുതി ചെയ്യും എന്നാണ് അധ്യാപകൻ മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, സർ 1 മുതൽ 100 വരെ കൂട്ടിയാൽ 5050 കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ അധ്യാപകന് ഒരു അത്ഭുതമായി. എങ്ങനെയാണ് 5000? ഉത്തരം ശരിയാണ്, 5050 ശരിയാണ്. എങ്ങനെയാണ് ആ ഒരു കുട്ടി ഈ ഒരു കാര്യം കണ്ടുപിടിച്ചത്, എളുപ്പത്തിൽ കണ്ടുപിടിച്ചത്? ആ കുട്ടിയുടെ പേര് ഗോസ് എന്നായിരുന്നു. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. ഓക്കെ, ആ കുട്ടി പറഞ്ഞ ഒരു മറുപടി ഉണ്ട്: 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 1 മുതൽ 100 വരെ എഴുതുമ്പോൾ നോക്കൂ, ആദ്യത്തെ 1ാമത്തെ പദവും 100ാമത്തെ പദവും കൂട്ടിയാൽ, അഥവാ 1 കൂട്ടണം 100, 1ാമത്തെ പദവും 100ാമത്തെ പദവും കൂട്ടിയാൽ 101 കിട്ടും. 2ാമത്തെ പദവും 99ാമത്തെ പദവും കൂട്ടിയാലും 101 കിട്ടും. 3ാമത്തെ പദവും 98ാമത്തെ പദവും കൂട്ടിയാലും 101 കിട്ടും. ഇങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ ആകെ 50 ജോഡികൾ ഉണ്ടാകും. 50 ജോഡി 101 ഉണ്ടാകും. അപ്പോൾ 50 × 101 ആയിരിക്കും 1 മുതൽ 100 വരെ എഴുതിയാൽ കിട്ടുന്ന ആകെ തുക. 101,5050. ഓക്കെ, ഞാൻ ഇതുവരെ പറഞ്ഞതിൽ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. നമ്മൾ പഠിക്കാൻ പോകുന്നതിലേക്ക് വരുന്നേ ഉള്ളൂ. ഈ ഒരു കാര്യം ഓർമ്മിക്കുക. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് സമാന്തര ശ്രേണിയുടെ തുകയാണ്, സം ഓഫ് എ അരിത്തമെറ്റിക് സീക്വൻസ്. ഓർമ്മിക്കാം: 1, 2, 3, 4 എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇതൊരു സമാന്തര ശ്രേണിയാണോ? സമാന്തര ശ്രേണിയാണ്. പൊതുവ്യത്യാസം എത്രയാണ്? 1 ആണ്. ഓക്കെ, ഇതൊരു സമാന്തര ശ്രേണി മാത്രമല്ല, ഇത് എണ്ണൽ സംഖ്യ കൂടിയാണ്. ഇത് എണ്ണൽ സംഖ്യയല്ല, 1, 2, 3, 4 എണ്ണൽ സംഖ്യയാണ്. ഓക്കെ, എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ നമ്മൾ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആ ഇക്വേഷൻ ആണ് എണ്ണൽ സംഖ്യകളുടെ നാച്ചുറൽ നമ്പറിന്റെ തുക, സം കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് n × n+1/2. എന്താണ്? n × n+1/2. ഇതാണ് നമ്മൾ ഒരു എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് n × n+1/2. എഴുതി വെച്ചോ. നോട്ട് എടുത്തിട്ടാണ് നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോട്ട് എടുത്ത് തന്നെ ഇരിക്കുക. എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് n × n+1/2. ഓക്കെ, എഴുതി കഴിഞ്ഞില്ലേ? n എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണമാണ്. ഉദാഹരണത്തിന് ഒരു ചോദ്യം പറയാം. ആദ്യത്തെ 5 എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കൂട്ടണം 2 കൂട്ടണം 3 കൂട്ടണം 4 കൂട്ടണം 5. ആദ്യത്തെ 5 എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ഇതിന്റെ തുക കാണാൻ പറഞ്ഞു. അപ്പൊ ഇത് മൊത്തം കൂട്ടിയാൽ എത്ര കിട്ടുന്നതാണ് ചോദ്യം. അത് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ എന്താണ്? n × n+1/2. ഓക്കെ,
അപ്പൊ എന്താ പറഞ്ഞത്? ആദ്യത്തെ 5 പദങ്ങളുടെ തുക കാണുക. ഒരു ചോദ്യം ചോദിക്കോ, ആദ്യത്തെ 5 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. ആദ്യത്തെ 5 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇതാണ്. n ഇൻറ്റു ശ്രദ്ധിക്ക് n ഇൻറ്റു n പ്ലസ് 1/2 ആണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. നമ്മളോട് പറഞ്ഞ ചോദ്യം എന്താണ്? ഇങ്ങോട്ട് നോക്ക്, ചോദ്യം എന്താണ്? 5 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് കാണാൻ പറഞ്ഞത്. അപ്പൊ n എത്രയാണ്? 5 ഇൻറ്റു n 5 ആയതുകൊണ്ട് n പ്ലസ് 1 എത്രയായിരിക്കും? എന്നിന്റെ കൂടെ 1 കൂട്ടുന്നു, 6. 5 ഇൻറ്റു 6/2 ആയിരിക്കും. 5 ഇൻറ്റു 6 എത്രയാണ്? 5 6 30/2 എത്രയാണ്? 30/2 എന്ന് പറഞ്ഞാൽ 30ന്റെ പകുതി 15 ആണ്. ഓക്കെ, അപ്പോ ആദ്യത്തെ 5 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ 15 ആണ്. 1 കൂട്ടണം 2 3 3 6 6 4 10 5 15 കിട്ടുന്നില്ലേ? മനസ്സിലായില്ലേ? അപ്പോ ഇതാണ് പറഞ്ഞത്, എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് n ഇൻറ്റു n പ്ലസ് 1/2. ഒരു ചോദ്യം വേഗം എഴുതിക്കോ, വേഗം ഉത്തരം കിട്ടണം. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക. നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം, എന്നാലും ഒരുപാട് കാര്യം പഠിക്കാൻ പറ്റും. ചെയ്തോ? ആദ്യത്തെ എത്ര ഉത്തരം കിട്ടിയത്? ആദ്യത്തെ 20 എണ്ണൽ സംഖ്യയുടെ തുക കാണുക. ശ്രദ്ധിക്കുക, നമ്മൾ പഠിച്ച ഇക്വേഷൻ ഉണ്ട് n ഇൻറ്റു n പ്ലസ് 1/2. ഇത് നാച്ചുറൽ നമ്പറിന്റെ അഥവാ എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ആദ്യത്തെ 20 ശ്രദ്ധിക്ക് ആദ്യത്തെ 20 എണ്ണൽ സംഖ്യയുടെ തുകയിലെ കാണാൻ പറഞ്ഞത്. അപ്പൊ n എത്രയായിരിക്കും? 20 ആയിരിക്കൂലേ? ഓക്കെ, അപ്പൊ ഇവിടെ 20 കൊടുത്താൽ മതി. 20 n 20 കൊടുത്തു ഇൻറ്റു n പ്ലസ് 1 എത്രയായിരിക്കും? 21/2. ഓക്കെ, ഇതെന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. 10 ഇൻറ്റു 21 210 എന്ന് കിട്ടും. വെട്ടിക്കുറക്കാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 20 ഇൻറ്റു 21 എത്രയാണ്? 420. ഗുണിച്ചു നോക്കിയാൽ മതി. 20 ഇൻറ്റു 21 420. അതായത് 10 21 210. 20 21 420/2. ഓക്കെ, ഇത് നേരെ പകുതിയാക്കുക. 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ നേരെ പകുതിയാക്കാണ് അർത്ഥം. ഈക്വൽ ടു 210. മനസ്സിലായില്ലേ? ചോദ്യം എന്തായിരുന്നു? ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 210. n 20 എങ്ങനെ കിട്ടി? ആദ്യത്തെ 20 എണ്ണൽ സംഖ്യയുടെ തുക കാണാനാണ് പറഞ്ഞത്. ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടി? നമ്മൾ പഠിച്ചാണ്. എണ്ണൽ സംഖ്യയുടെ തുക കാണുന്ന ഇക്വേഷൻ ആണ്. ഉറക്കെ പറയൂ, n ഇൻറ്റു n പ്ലസ് 1/2. n ഇൻറ്റു n പ്ലസ് 1/2. എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് n ഇൻറ്റു n പ്ലസ് 1/2. എഴുതി ബ്രാക്കറ്റിലാക്കി പഠിക്കുക. നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ ഇക്വേഷൻ ആണിത്. ആദ്യ ഇക്വേഷൻ പഠിച്ചു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. രണ്ടാം പഠിക്കുന്ന ഇക്വേഷൻ ആണ് n ഇൻറ്റു n പ്ലസ് 1/2. ഉപയോഗിക്കുന്നത് എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ. ശ്രദ്ധിക്കും, എണ്ണൽ സംഖ്യകളുടെ തുക കാണാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മളിനി പറയാൻ പോകുന്നത് എപ്പോ എണ്ണൽ സംഖ്യ നമ്മൾ പഠിച്ചു. അതേപോലെ ചില സംഖ്യാ ശ്രേണികളുണ്ട് നമുക്ക് നല്ല പരിചയമുള്ള. നോക്ക്, 1 3 5 7 എക്സെട്ര. ഇതൊരു സമാന്തര ശ്രേണിയാണോ? സമാന്തര ശ്രേണി അല്ലേ? 1 3 5 7 സമാന്തര ശ്രേണിയാണോ? സമാന്തര ശ്രേണിയാണ്. കാരണം എന്താണ്? പൊതുവ്യത്യാസം 2 ആണ്. 2 കൂട്ടി പോവാണ്. മാത്രമല്ല ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ഇത് മുഴുവൻ ഒറ്റ സംഖ്യയുടെ ശ്രേണിയാണ്. ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യയുടെ ശ്രേണി അല്ലെ? 1 ഒറ്റയാണ്, 3 ഒറ്റയാണ്, 5 ഒറ്റയാണ്. അപ്പൊ ഒറ്റ സംഖ്യകളുടെ ശ്രേണിയാണ് ഞാൻ ഇവിടെ എഴുതിയത്. സംശയമില്ലല്ലോ? ഓഡ് നമ്പേഴ്സിന്റെ അഥവാ ഒറ്റ സംഖ്യയുടെ ശ്രേണിയാണ് എഴുതിയത്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചു എണ്ണൽ സംഖ്യയുടെ തുക കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ പഠിച്ചു n ഇൻറ്റു n പ്ലസ് 1/2. എന്നാൽ ഒറ്റ സംഖ്യയുടെ തുക കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് n സ്ക്വയർ. ഇത് മാത്രം മതി, n സ്ക്വയർ. അപ്പൊ എഴുതിച്ചോ.
ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ n സ്ക്വയർ ബ്രാക്കറ്റിലോ കള്ളിയിലോ ആക്കി വെക്കുക. ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ n സ്ക്വയർ എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ നോക്കാം, നമ്മൾ ചെയ്തു നോക്കണ്ടേ, ഉത്തരം ശരിയാണെന്ന് നോക്കണ്ടേ. ഒരു ചോദ്യം ചെയ്യാം. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ തുക നമുക്ക് നോക്കാം. നമുക്കൊന്ന് എഴുതി കൂട്ടി നോക്കാം. ആദ്യത്തെ 5 ഒറ്റ സംഖ്യ ഏതെല്ലാം പറഞ്ഞോ? 1 കൂട്ടണം 3 കൂട്ടണം 5 കൂട്ടണം 7 കൂട്ടണം 9. 5 എണ്ണായോ? ആയി. എത്രയാണ്? 9 1 10 7 3 10 20 5 25. ആദ്യത്തെ 5 ഒറ്റ സംഖ്യയുടെ തുകയാണ് 25. ഇവിടെ കൂട്ടിക്കിട്ടി. ഇക്വേഷൻ നോക്കണ്ടേ? ഇക്വേഷൻ എന്താണ്? n സ്ക്വയർ. അപ്പോ ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ തുകയാണ് കാണാൻ പറഞ്ഞത്. അപ്പൊ n എന്താണ്? 5 ആണ്. അപ്പൊ n സ്ക്വയർ എന്ന് പറഞ്ഞാല് 5 സ്ക്വയർ. റെഡി അല്ലേ? അപ്പൊ 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5നെ 2 പ്രാവശ്യം ഗുണിക്കുക എന്നാണ്. 5നെ 2 കൊണ്ട് ഗുണിക്കുക എന്നല്ല, 5നെ 2 പ്രാവശ്യം ഗുണിക്കുക എന്നാണ് എനിക്ക് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 × 5 ആണ്, അഥവാ 25. റെഡിയല്ലേ? 25 റെഡിയാണ്. അപ്പൊ ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ, ഓഡ് നമ്പേഴ്സിന്റെ തുക കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് n സ്ക്വയർ. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഒരു ചോദ്യം എഴുതിക്കോ, പെട്ടെന്ന് ആൻസർ ചെയ്യണം. വേഗം എഴുതിക്കോ. ആദ്യത്തെ 12 ഒറ്റ സംഖ്യകളുടെ തുക കാണുക. ആദ്യത്തെ 12 ഒറ്റ സംഖ്യകളുടെ തുക കാണുക. ഒരു 20 സെക്കൻഡ് ഉള്ളിൽ ചെയ്യണം. വളരെ എളുപ്പമാണ്. ഓക്കെ, ആദ്യത്തെ 12 ഒറ്റ സംഖ്യ തുക നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ഒറ്റ സംഖ്യ തുക കാണാൻ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ n സ്ക്വയർ ആണ്. നമ്മളോട് കാണാൻ പറഞ്ഞത് 12 ഒറ്റ സംഖ്യകളുടെ തുകയാണ്. അപ്പൊ n എന്താണ്? n 12 ആണ് അല്ലേ? 12 അല്ലേ? അപ്പൊ n സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 സ്ക്വയർ ഈക്വൽ ടു 12 × 12 144. ആദ്യത്തെ 12 ഒറ്റ സംഖ്യകളുടെ തുകയാണ് 144. റെഡിയാണ്. അപ്പൊ നമ്മള് മൂന്നാമത്തെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, അതാണ് n സ്ക്വയർ. ആദ്യം പഠിച്ചത് a + n - 1 × d, രണ്ടാമത് പഠിച്ചത് n × n + 1/2, മൂന്നാമത് പഠിച്ചത് n സ്ക്വയർ. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അപ്പൊ നമ്മൾ n സംഖ്യ പറഞ്ഞു, ഒറ്റ സംഖ്യ പറഞ്ഞു. ഇനി പറയാൻ ബാക്കിയുള്ളത് ഇരട്ട സംഖ്യയുടെ ശ്രേണി പറയൂ. 2 4 6 8 എക്സെട്ര. ഇത് സമാന്തര ശ്രേണിയാണോ? സമാന്തര ശ്രേണി, നോ ഡൗട്ട്, ഒരു പ്രശ്നമില്ല, സമാന്തര ശ്രേണിയാണ്. ഈ ഇരട്ട സംഖ്യയുടെ തുക കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. എഴുതി വെക്കാം, n × n + 1. ഇത് മാത്രം. നേരത്തെ /2 ഉണ്ടെങ്കിൽ എന്തായി പോവും? നമ്മൾ എണ്ണ സംഖ്യയായി മാറിപ്പോവും. n × n + 1 മാത്രമാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ നോക്കാം. ആദ്യത്തെ 3 ഇരട്ട സംഖ്യകളുടെ തുക നോക്കാം. ആദ്യത്തെ 3 ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കൂട്ടണം 4 കൂട്ടണം 6. ഇത് എത്രയാണ്? 12 അല്ലേ? ഞാൻ ഇക്വേഷൻ നോക്കാം. ആദ്യത്തെ 3 ഇരട്ട സംഖ്യ തുകയാണ് കാണാൻ പറഞ്ഞത്, ഈവൻ നമ്പേഴ്സ്. അപ്പൊ നോക്കിക്കോ, മൂന്നാമത്തെ n 3 എടുക്കാം. 3 × n + 1 എന്ന് പറഞ്ഞാല് 3 × 4. വെരി ഗുഡ്, ഈക്വൽ ടു 12 എന്ന് കിട്ടും. അപ്പൊ ഇക്വേഷൻ ശരിയല്ലേ? എന്നാ ഒരു ചോദ്യം എഴുതിക്കോ. ആദ്യത്തെ 15 ഇരട്ട സംഖ്യകളുടെ ഈവൻ നമ്പേഴ്സിന്റെ തുക. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 15 ഈവൻ നമ്പേഴ്സ്. ആദ്യത്തെ 15 ഇരട്ട സംഖ്യയുടെ തുക. ഇക്വേഷൻ എന്താണ്? ഇരട്ട സംഖ്യയുടെ തുക ആണ് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? n × n + 1. ഇത് നിങ്ങൾ കള്ളിയിലാക്കി വെച്ചിട്ടില്ലെങ്കിൽ കള്ളിയിലാക്കി വെക്കണം, കാരണം മറന്നു പോകാൻ പാടില്ല. വെരി വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് പറയുന്നതൊക്കെ. നമ്മൾ ഇക്വേഷൻ കുറച്ചേ പറയും, കൂടുതൽ ഇക്വേഷൻ പറയുമ്പോൾ കാര്യം കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ട് വേണ്ട ഇക്വേഷൻ മാത്രം പഠിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മൾ ചോദ്യം എന്താണ്? ആദ്യത്തെ 15 ഇരട്ട സംഖ്യ തുകയാണ് പറഞ്ഞത്. അപ്പൊ n എന്താണ്?
15. നമ്മുടെ ഇക്വേഷൻ എന്താണ്? n into n plus 1 ആണ് നമ്മുടെ ഇക്വേഷൻ. റെഡി? n into n plus 1 ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ 15 n 15 into n plus 1 എന്ന് പറഞ്ഞാൽ 16 അല്ലേ? 15 into 16 ചെയ്തു നോക്കാം. 15 into 16 6 5 30 0 3 ബാക്കി 1 6 6 3 9 1 5 1 1 0 4 240 എന്ന് കിട്ടും. അപ്പോ 240 എന്ന് കിട്ടി. ചോദ്യം എന്താണ്? ഉത്തരം നമുക്ക് കിട്ടി. ചോദ്യം എന്താണ്? ആദ്യത്തെ 15 ഇരട്ട സംഖ്യകളുടെ തുകയാണ് 240. ഓക്കെ, നമ്മൾ 4 ഇക്വേഷൻ പറഞ്ഞു, 3 ഇക്വേഷൻ ഇന്ന് തന്നെ പറഞ്ഞു. എന്റെ കൂടെ തന്നെ പറയൂ, എണ്ണ സംഖ്യയുടെ തുക കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? എണ്ണ സംഖ്യയുടെ തുക കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് n into n plus 1/2. ഒറ്റ സംഖ്യ തുക കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് n സ്ക്വയർ. ഇരട്ട സംഖ്യയുടെ തുക കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് n into n plus 1. റെഡി ആണല്ലോ? ഓക്കെ, അപ്പൊ ഒരു ചോദ്യം തരാം. നിങ്ങൾ ഒരു ചോദ്യം ഞാൻ പറയാം, എഴുതിക്കോ. ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ് 400? ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ് 400? ചോദ്യം കഴിഞ്ഞില്ലേ? അപ്പൊ നമുക്കറിയാം, ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് n സ്ക്വയർ. മറന്നുപോയാ? n സ്ക്വയർ അല്ലേ? ഒറ്റ സംഖ്യയുടെ തുക കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് n സ്ക്വയർ. റെഡി? അപ്പോ തുക നമുക്ക് തന്നിട്ടുണ്ട്, 400 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എണ്ണം പറഞ്ഞിട്ടില്ല, എന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ n സ്ക്വയർ 400 ആണ്. റെഡി? 400 ആണ്. അപ്പൊ n എന്തായിരിക്കും? n ഈക്വൽ ടു √400 ഈക്വൽ ടു 20. അപ്പോ എന്ത് മനസ്സിലായി? ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുകയാണ് 400. ഒരു ചോദ്യം എഴുതിക്കോ, ഹോംവർക്ക് ആണ്, ആദ്യ ക്വസ്റ്റ്യൻ ആണ്, എഴുതിക്കോ. ഇത് ചെയ്തു കഴിഞ്ഞില്ലേ? എഴുതിക്കോ. ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ്? 625. ഇതാണ് ചോദ്യം, 625. ഹോംവർക്ക് നമ്പർ 1 ആണ്. ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ഡൗട്ടുകൾ ചോദിക്കുക. മനസ്സിലാവാത്ത കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടവർക്ക് അത് ഉപയോഗപ്പെടുത്താം. അപ്പൊ നമ്മള് ഒറ്റ സംഖ്യയുടെ തുക ആണെന്ന് പഠിച്ചു, എണ്ണ സംഖ്യയുടെ തുക ആണെന്ന് പഠിച്ചു, ഇരട്ട സംഖ്യയുടെ തുക ആണെന്ന് പഠിച്ചു. പറയലല്ല, പഠിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. റെഡി? നിങ്ങൾ കേൾക്കുകയല്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. റെഡി? പഠിച്ചു എന്ന് പറഞ്ഞാൽ പഠിച്ചു എന്ന് തന്നെയാണ്, കേട്ടു എന്നല്ല. അപ്പൊ ഇത് 3 വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ മറക്കാൻ പാടില്ല. 4 ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, 2 ഇക്വേഷൻ കൂടി പറയാൻ ബാക്കിയുണ്ട്. ഓക്കെ, ഞാനൊരു സമാന്തര ശ്രേണി പറയാം. 5 10 15. ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇത് ഒറ്റ സംഖ്യയുടെ ശ്രേണിയാണോ? അല്ല. ഇരട്ട സംഖ്യയുടെ ആണോ? അല്ല. ഇത് വേറെ ഏതൊരു ശ്രേണിയാണ് അല്ലെ? ഇതിന്റെ തുക എങ്ങനെ കാണും? അതാണ് ചോദ്യം. അതിന് നമ്മൾ 2 ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഇക്വേഷൻ ആദ്യം പറയാം, എന്നിട്ട് 2ാം ഇക്വേഷൻ പറയാം. അപ്പോ ഒരു സമാന്തര ശ്രേണിയുടെ തുക കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് n/2 into a1 plus an. ഒരു 2 പ്രാവശ്യം പറയൂ. n/2 into a1 plus an. എഴുതിയതുപോലെ തന്നെ n/2 into a1 plus an. a1 എന്ന് പറഞ്ഞാൽ ആദ്യ പദം, an എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പദത്തിന്റെ സമ്മാനോ കാണാൻ ചോദിക്കുന്നത് ആ പദം. മനസ്സിലായില്ല? ഈ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുകയാണ് കാണാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ a1 5ഉം an
പത്താമത്തെ പദം എത്രയാണ് എന്ന് നോക്കുക. അത് നോക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ആ ഇക്വേഷൻ വെച്ചിട്ട് പത്താമത്തെ പദം എത്രയാണ് കാണുക. റെഡി? അതാണ് an. n എന്ന് പറഞ്ഞാൽ 10 ആണ്. മനസ്സിലായില്ലേ? ഇനി പറയണോ? ഒന്നും കൂടി പറയാം. ഒരു സമാന്തര ശ്രേണിയുടെ തുക കാണാൻ, സം ഓഫ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് n/2 into a1 plus an. ഓക്കെ, a1 എന്ന് പറഞ്ഞാൽ ആദ്യ പദം മനസ്സിലായല്ലോ. a1 റെഡിക്ക് മനസ്സിലായി. an മനസ്സിലായിട്ടില്ല. അതല്ല പ്രശ്നം. ഓക്കെ, നോക്കാം. 5, 10, 15 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങളുടെ തുകയാണ് കാണാൻ ചോദിച്ചതെങ്കിൽ a1 5ഉം an 3 പദങ്ങളുടെ തുകയാണ് കാണാൻ ചോദിച്ചത്. അപ്പോ an എന്ന് പറയുന്നത് മൂന്നാമത്തെ പദമായിരിക്കും, n എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇത് എഴുതി കള്ളിയിലാക്കി വെക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ്. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലങ്ങൾ എസ്എസ്സി ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് പഠിച്ചു വെക്കുമ്പോൾ n/2 into a1 plus an ആണ് ഒരു സമാന്തര ശ്രേണിയുടെ തുക കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. എഴുതി വെച്ചു. ഇവിടെ മയക്കുമ്പോ നോട്ടിൽ ഉണ്ടാകണം, മനസ്സിൽ നിന്ന് മയങ്ങി പോകാൻ പറ്റൂല. n/2 into a1 plus an. ഒരു ചോദ്യം ചെയ്യാം, സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒന്ന് 4 7 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ ചോദ്യം എഴുതിക്കോട്ടോ. 1 4 7 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 100 പദങ്ങളുടെ തുക കാണുക. സമയം പോലെ എഴുതില്ലേ? 1 4 7 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 100 പദങ്ങളുടെ തുക കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം. തുക കാണുന്ന ഇക്വേഷൻ എന്താണ്? ഉറക്കെ പറയൂ. n/2 into a1 plus an. ഇതാണ് നമ്മൾ തുക കാണുന്ന ഇക്വേഷൻ. ഇനി നമുക്ക് ഇവിടെ എഴുതി വെക്കാം. n എന്താണ്? 100 ആണ്. 100 പദങ്ങളുടെ തുകയാണ് കാണാൻ പറഞ്ഞത്. അപ്പൊ n 100 ആണ്. നോ ഡൗട്ട്, n 100 ആണ്. a1 എത്രയാണ്? 1 ആണ്. an എന്ന് പറഞ്ഞാൽ a100, 100ാമത്തെ പദം. അത് എത്ര നമുക്ക് അറിയില്ല. 100ാം പദം നമുക്ക് അറിയില്ല. നമ്മൾ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആദ്യ ഇക്വേഷൻ a plus n minus 1 into d. ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ 3 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അത് കാണാതെ ഇത് കാണുമെന്ന് ചിലപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ടതിന് ശേഷം മാത്രം കാണുക. അപ്പൊ a plus n minus 1 into d 100ാം പദം കാണണം. അപ്പൊ a എന്ന് പറഞ്ഞാൽ 1 പ്ലസ് n minus 1 100 കൊടുക്കണം. 1 എത്രയാ? 99 അല്ലേ? ഇൻറ്റു d എത്രയാണ്? 3. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, 99 into 3 എത്രയാണ്? 1 പ്ലസ് 99 into 3 297 ഈക്വൽ ടു 298. ഈ 298 എന്ന് പറഞ്ഞാൽ എന്താണ്? 100ാമത്തെ പദം അഥവാ an 100ാമത്തെ പദം. 100 പദങ്ങളുടെ തുക കാണാൻ പറഞ്ഞാൽ 100ാമത്തെ പദം ആദ്യം കാണണം. റെഡി? അപ്പൊ an എന്ന് പറയുന്നത് 100ാമത്തെ പദമാണ്. അപ്പോ 100ാം പദം 298 എന്ന് കിട്ടി. റെഡി? അപ്പൊ ഇത് ഓർമ്മിക്കാം. ഇത് അവിടെ നോട്ട് ചെയ്ത് വെക്കാം. ആദ്യം നോട്ട് ചെയ്ത് വെക്കാം. വേഗം നോട്ട് ചെയ്യാം. 100ാം പദം കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ a plus n minus 1 into d. സമയം കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ ബാക്കി പോവാം. അപ്പൊ എല്ലാം കിട്ടി. n/2 into a1 plus an എന്തിനു ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ്? തുക കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ്. n എത്രയാണ്? 100/2 into a1. a1 എത്രയാണ്? a1 എത്രയാണ്? a1 1ആണ്. an എത്രയാണ്? 298. റെഡി? നമ്മൾ കണ്ടാണ് 100ാം പദം. ഓക്കെ, സമം 100/2 into 1 കൂട്ടണം 298 എത്രയാണ്? 299. 100/2 എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരട്ടയാണ്, ഒറ്റയാണ്. അപ്പൊ ഇത് രണ്ട് ക്യാൻസൽ ആക്കാം. 100/2 എന്ന് പറഞ്ഞാൽ 50
ഇൻറ്റു 299 ഗുണിച്ചാൽ എന്ത് കിട്ടും? ഇത് കിട്ടും 14950 കിട്ടും. ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയാം. ഒരു സമാന്തര ശ്രേണി അഥവാ 1, 4, 7 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 100 പദങ്ങളുടെ തുകയാണ് കാണാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് n 100 എന്ന് കിട്ടി, a1 1 എന്ന് കിട്ടി, an എന്ന് പറഞ്ഞാൽ a 100, 100-ാം പദം നമ്മൾ a plus n minus 1 into d എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടു. ഓക്കെ, അപ്പൊ 298 എന്ന് കിട്ടി. ബാക്കി ഇക്വേഷൻ വാല്യൂ എടുക്കുന്നു. n/2 100/2 into 1a1 plus 298 equal to 100/2 into 299. ഇതിങ്ങനെ കിട്ടുന്നത് 299 കിട്ടുന്നത് 1 plus 298 299. ഓക്കെ, 100/2 എന്ന് പറഞ്ഞാൽ 50 ആണ്. 50 into 299 equal to 14950 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 4 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. 4 ഇക്വേഷൻ. ഒന്ന്, എണ്ണൽ സംഖ്യ തുകയാണ് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് എന്ത്? n into n plus 1/2. ഒറ്റ സംഖ്യ തുകയാണ് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് n². n into n plus 1 ഉപയോഗിക്കുന്നത് ഇരട്ട സംഖ്യ തുകയാണ്. ഇനി ഒരു സമാന്തര ശ്രേണിയുടെ തുകയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് 2n/2 into a1 plus an. ഓക്കെ, മനസ്സിലായിട്ടുണ്ട്. അപ്പോ നാളേക്കുള്ള കുറച്ച് വർക്ക് തരാം, അത് നിർബന്ധമായിട്ട് ചെയ്യണം. അപ്പൊ ചോദ്യം എഴുതിയെടുക്കാം. ഒരു വർക്ക് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. 20, 25, 30 എന്ന സമാന്തര ശ്രേണിയുടെ 11 പദങ്ങളുടെ തുക കാണുക. ഇരുപത്, 25, 30 എഴുതണോ? 20, 25, 30 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ 11 പദങ്ങളുടെ തുക കാണുക. ഓക്കെ, ഈ 2 ചോദ്യം മതി. അതിൽ ഒരു ചോദ്യം കൊടുത്തരാം. ആദ്യത്തെ, രണ്ടാം ചോദ്യം, മൂന്നാം ചോദ്യമാണ്. ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ്? സോറി, ചോദ്യം ക്യാൻസൽ. ആദ്യത്തെ 25 ഇരട്ട സംഖ്യകളുടെ തുക കാണുക. ആദ്യത്തെ 25 ഇരട്ട സംഖ്യകളുടെ തുക കാണുക. ഓക്കെ, അപ്പൊ ക്ലാസ് നിർത്താണ്. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇക്വേഷൻ 4 ഇക്വേഷൻ 4 പഠിക്കണം. ഒരു സമാന്തര ശ്രേണിയുടെ തുക കാണാനുള്ള മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ് പറയാം. ഇനി മാക്സിമം 1-2 ക്ലാസ് കൊണ്ട് തന്നെ ഒരു ക്ലാസ് മതി ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം, ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. അതിന് പുറമെ വേണമെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന നിങ്ങൾ സംശയം ഉണ്ടാക്കുന്ന ചോദ്യങ്ങളുണ്ട്, അത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഈ ഒരു പാഠത്തിന്റെ നട്ടെല്ലാണ് ഈ ഒരു ഇന്ന് പറഞ്ഞ ചാപ്റ്റർ. അതുകൊണ്ട് വെരി വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്, മറക്കരുത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ യൂട്യൂബ് വഴി ചോദിക്കാം, നമ്മൾ മറുപടി പറയുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മാത്രം ലൈക്ക് ചെയ്യുക. മറ്റു സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട അത് നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് ഉണ്ടാകണം. അല്ലാതെ നമുക്കൊരു ഉപകാരം കിട്ടിയാൽ അത് നമ്മൾ മാത്രം അനുഭവിച്ചാൽ മതി, മറ്റുള്ള ആരെയും അത് അനുഭവിക്കാൻ ഒരു ചാൻസ് ഉണ്ടാക്കരുത് എന്നുള്ള ചിന്തയൊന്നും നല്ലതല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം നിങ്ങളുടെ സുഹൃത്തുക്കളെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.